ഗവൺമെൻറ് IT ചെറിയ മുണ്ടത്തിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സെക്കൻഡ് ഇയർ ഇലക്ട്രീഷ്യൻ ട്രെയിനീസിന് വിവിധ പവർ ജനറേഷൻ മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റീം പവർ പ്ലാന്റ് അല്ലെങ്കിൽ തെർമൽ പവർ പ്ലാന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ജലവൈദ്യുത നിലയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, ജലവൈദ്യുത നിലയം എന്ന് വെച്ചാൽ എ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് യൂട്ടിലൈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ അറ്റ് എ ഹൈ ലെവൽ ഫോർ ദി ജനറേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇസ് നോൺ ആസ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. വെള്ളം ഒരു ഡാം ഉപയോഗിച്ച് കെട്ടി നിർത്തി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി വർദ്ധിപ്പിച്ച് ആ പൊട്ടൻഷ്യൽ എനർജിയെ വൈദ്യുതി നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലെങ്കിൽ മെത്തേഡിനെയാണ് നമ്മൾ ജലവൈദ്യുത നിലയം എന്ന് പറയുന്നത്. ഒരു വെള്ളം ഹൈ ഹെഡിൽ കെട്ടി നിർത്തിയാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി = mgh ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കൂടുമ്പോൾ മാസ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടും. ആ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ വൈദ്യുതി നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. What are the advantages of hydroelectric power station? It requires no fuel as water used for the generation of electrical energy. നമ്മൾ സ്റ്റീം പവർ പ്ലാന്റിൽ കോളായിരുന്നു ഫ്യൂവലായിട്ട് യൂസ് ചെയ്തത്. പക്ഷേ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നമ്മൾ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. There is no requirement of fuel. It is quite neat and clean as no smoke or ash is produced. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കേസിൽ പൊടിപടലങ്ങളോ അല്ലെങ്കിൽ പുകയോ കരിയോ ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇറ്റ് ഈസ് നീറ്റ് ആൻഡ് ക്ലീൻ. ഇറ്റ് റിക്വയർ വെരി സ്മോൾ റണ്ണിങ് ചാർജസ് ബിക്കോസ് വാട്ടർ ഈസ് ദി സോഴ്സ് ഓഫ് എനർജി വിച്ച് ഈസ് അവൈലബിൾ ഫ്രീ ഓഫ് കോസ്റ്റ്. റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്, കാരണം നമ്മൾ എനർജി നിർമ്മിക്കാൻ വേണ്ടി വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് റിക്വയർ ലെസ് മെയിൻ്റനൻസ്. കൺസ്ട്രക്ഷൻ സിമ്പിളാണ്, മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എ ലോങ് സ്റ്റാർട്ടിംഗ് time like a steam power station. In fact, such plant can be put into service instantly. നമ്മളൊരു സ്റ്റീം പവർ സ്റ്റേഷൻ്റെ കേസിൽ ആ ഫ്യൂവല് കത്തി വെള്ളത്തിന് നീരാവിയാക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ കേസിൽ നമുക്ക് എപ്പോഴാണോ എനർജി ആവശ്യമുള്ളത് ആ ഇൻസ്റ്റൻ്റ് തന്നെ നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഈസ് റോബസ്റ്റ് ആൻഡ് ഹാസ് എ ലോങ്ങർ ലൈഫ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് റോബസ്റ്റ് ആണ്, അതായത് ദൃഢമാണ്, സ്ട്രോങ് ആണ്. അതുകൊണ്ട് അത് കൂടുതൽ കാലം നിലനിൽക്കുന്നതാണ്. സച്ച് പ്ലാന്റ് സെർവ് മെനി പർപ്പസസ്. ഇൻ അഡീഷൻ ടു ദി ജനറേഷൻ ഓഫ് ഇലക്ട്രിക് എനർജി ദ ആൾസോ ഹെൽപ്പ് ഇൻ ഇറിഗേഷൻ ആൻഡ് കൺട്രോളിംഗ് ഫ്ലഡ്സ്. ഇലക്ട്രിസിറ്റി നിർമ്മിക്കാൻ വേണ്ടി മാത്രം അല്ല നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി നമുക്ക് ഈ വെള്ളം യൂസ് ചെയ്യാം. ഡാമിൽ കെട്ടി നിർത്തുന്ന വെള്ളം ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ വൈദ്യുതി നിർമ്മിച്ചിട്ടുള്ള ബാക്കി നിർമ്മിച്ചതിന് ശേഷം നമ്മൾ ഒഴുക്കി വിടുന്ന വെള്ളവും നമുക്ക് ഇറിഗേഷന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. കുടിവെള്ളം സംരക്ഷിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. Although such plant require the attention of high skilled person at the time of construction, yet for operation a few experienced persons may do the job well. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് കേസിൽ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് മാത്രമേ സ്കിൽഡ് പേഴ്സൺസിൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളൂ. റണ്ണിങ് പീരീഡിൽ വളരെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊക്കെയാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി നമുക്ക്
ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് ഡാം. നമുക്ക് ഡാം നിർമ്മിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ കോസ്റ്റ് വളരെ അധികമാണ്. ദർ ഈസ് uncertainty about the availability of huge amount of water due to dependence on weather condition. വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി വെതർ കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്യും, മഴ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ മഴ കുറവുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പ്രയാസമാണ്. there is a uncertainty. Skilled and experienced hands are required to build the plant. ഈ പ്ലാന്റ് നിർമ്മിക്കാൻ സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ട്. ഇറ്റ് റിക്വയർ ഹൈ കോസ്റ്റ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ് ആസ് ദി പ്ലാന്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഹില്ലി ഏരിയാസ് വിച്ച് ആർ ക്വൈറ്റ് അവേ ഫ്രം ദി കൺസ്യൂമേഴ്സ്. നമുക്ക് ഡാം കാര്യങ്ങളൊക്കെ നിർമ്മിക്കേണ്ടത് കൊണ്ട് തന്നെ ഹില്ലി ഏരിയാസ്, മല മേഖലകളിലാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഉണ്ടാവുക. അപ്പോൾ അവിടുന്ന് നമുക്ക് ലോഡ് സെൻറ്റേഴ്സിലേക്ക് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യണം. അത് ട്രാൻസ്മിഷൻ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യിക്കുന്നതാണ്. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ്. ചോയ്സ് ഓഫ് സൈറ്റ് ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്. നമ്മളൊരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ നിർമ്മിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി നോക്കണം. സിൻസ് ദി പ്രൈമറി റിക്വയർമെൻറ്റ് ഓഫ് എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഈസ് ദി അവൈലബിലിറ്റി ഓഫ് ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ വളരെ അത്യാവശ്യമായി വേണ്ടത് അവൈലബിലിറ്റി ഓഫ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ആണ്. സച്ച് പ്ലാന്റ്സ് ഷുഡ് ബി ബിൽഡ് അറ്റ് എ പ്ലേസ്, example river, canal, where adequate water is available at a good head. അതുകൊണ്ട് തന്നെ പുഴയോ കനാലോ ഉള്ള ഏരിയയിൽ മാത്രമേ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി സ്റ്റോറേജ് ഓഫ് വാട്ടർ. സൈറ്റ് സെലക്റ്റഡ് ഫോർ എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ഷുഡ് പ്രൊവൈഡ് അഡ്വക്കേറ്റ് ഫെസിലിറ്റീസ് ഫോർ ഇറക്റ്റിംഗ് എ ഡാം ആൻഡ് സ്റ്റോറേജ് ഓഫ് വാട്ടർ. നമുക്ക് വെള്ളം കെട്ടി നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിന് വേണ്ടി സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ഡാം, അതായത് റിസർവേഴ്സ് ഉണ്ടാക്കാൻ ആവശ്യമായുള്ള സ്ഥലമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. കോസ്റ്റ് ആൻഡ് ടൈപ്പ് ഓഫ് ലാൻഡ്. The land for the construction of the plant should be available at a reasonable price. Further, the bearing capacity of the ground should be adequate to withstand the weight of heavy equipments to be installed. നമുക്ക് കുറഞ്ഞ വിലയിൽ സ്ഥലം ലഭിക്കേണ്ടതുണ്ട്. ഒരുപാട് സ്ഥലം ആവശ്യമാണ്. റിസർവെയറിനും പവർ പ്ലാന്റിനൊക്കെ വേണ്ടി ഒരുപാട് സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ സ്ഥലം ലഭിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ഹെവി എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഈ പവർ പ്ലാന്റിലൊക്കെ ഉള്ള എക്യുപ്മെൻറ്റ്സൊക്കെ വളരെ ഹെവിയാണ്. അപ്പോൾ അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ലഭിക്കേണ്ടത്. Transportation facilities. The site selected for hydroelectric power plant should be accessible by rail and road, so the necessary equipments and machinery could be easily transported. നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ട് ഒരുപാട് വലിയ മെഷീനറീസ് ഈ പ്ലാന്റിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി റോഡ് അല്ലെങ്കിൽ റെയിൽ വളരെ അത്യാവശ്യമാണ്. ഇനി അതിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദി എബോവ് മെൻഷൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഐഡിയൽ ചോയ്സ് of site for such a plant near a river, hilly areas where dam can be conveniently built and larger reservoir can be obtained. അതായത് ഒരു പുഴ ഉള്ള, റിവറുള്ള ഹില്ലി ഏരിയസിലാണ് നമുക്ക് ഡാം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. ഹില്ലി ഏരിയസിലാണ് ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഉണ്ടാവുക. ഇതാണ് ചോയ്സ് ഓഫ് സൈറ്റ് for hydroelectric power stations.
സ്കിമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് എ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. ഇതാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൻ്റെ സ്കിമാറ്റിക് അറേഞ്ച്മെൻറ്റ്. ഒരു ഡാം ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. വെള്ളം കെട്ടി നിർത്തിയ ഏരിയ നമ്മൾ റിസർവെയർ എന്ന് പറയും. ആ ഡാമിൽ നിന്ന് വാൽ ഹൗസിലേക്ക് ഒരു പ്രഷർ ചാനൽ അല്ലെങ്കിൽ പ്രഷർ ടണൽ വഴി നമ്മൾ വെള്ളം എത്തിക്കും. ഈ വാൽ ഹൗസിൽ നിന്ന് പവർ ഹൗസിലേക്ക് പെൻസ്റ്റോക്ക് വഴി വെള്ളം എത്തിക്കും. ഈ പവർ ഹൗസിൽ ടർബൈൻ ഉണ്ടാവും. ഈ ടർബൈന് ഈ വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയെയും മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ മെക്കാനിക്കൽ എനർജിയെ ജനറേറ്റേഴ്സ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെ ഒരു സർജ് ടാങ്ക് ഉണ്ട്. ഈ സർജ് ടാങ്ക് പെൻസ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ വാൽ ഹൗസിൽ വാൽവുകൾ ഉണ്ടാവും. വാൽവുകൾ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ പെൻസ്റ്റോക്കിലൂടെ പോകുന്ന വെള്ളത്തിൻ്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ പവർ ഹൗസിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റി നിർമ്മിച്ച് അതിൻ്റെ വരുന്ന വെള്ളം അത് പുഴയിലേക്ക് നമ്മൾ കടത്തിവിടും. ഇതാണ് സ്കിമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഹൈഡ്രോളിക് പ്ലാന്റ്. കോൺസ്റ്റിറ്റ്യൂൻസ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് നോക്കാം. 1 ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്, 2 വാട്ടർ ടർബൈൻസ്, 3 ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ്. ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ്. Hydraulic structures in hydroelectric power station includes dam, spillways, headworks, surge tank, penstock, tile race, draft tube എന്നീ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സാണ് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ ഉണ്ടാകുന്നത്. ഓരോ നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ് സ്ട്രക്ചർ ഡാം. ഡാം ഈസ് എ ബാരിയർ വിച്ച് സ്റ്റോർസ് വാട്ടർ ആൻഡ് ക്രിയേറ്റ് വാട്ടർ ഹെഡ്. ഈ ഡാമാണ് വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തുന്നത്. അതുപോലെ ആ വെള്ളത്തിന് ഹെഡ് നൽകുന്നത് ഡാമാണ്. ഹെഡ് പറഞ്ഞാൽ ആ എനർജി കൊടുക്കുന്നത് ഡാമാണ്. ഡാം ആർ ബിൽറ്റ് ഓഫ് കോൺക്രീറ്റ് ഓർ സ്റ്റോൺ മേസണറി, എർത്ത് ഓർ റോക്ക് ഫിൽ. നമ്മൾ കോൺക്രീറ്റ് അല്ലെങ്കിൽ കല്ലുകൾ, മണ്ണ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഡാം നിർമ്മിക്കുന്നത്. ദി ടൈപ്പ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടോപ്പോഗ്രഫി ഓഫ് ദി സൈറ്റ്. ആ സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രഫി പോലെയാണ് ഏതൊക്കെ ടൈപ്പ് ഡാമാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. എ മേസണറി ഡാം മേ ബി ബിൽറ്റ് ഇൻ എ നാരോ കാനിയോൺ. ഈ ചെറിയ മലയിടുക്കുകളിൽ നമുക്ക് മേസണറി ഡാം നിർമ്മിക്കാം. ആൻഡ് എർത്ത് ഡാം മേ ബി ബെസ്റ്റ് സൂട്ടഡ് ഫോർ എ വൈഡ് വാലി. വലിയ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എർത്ത് ഡാം ആണ് നിർമ്മിക്കുന്നത്. ഈ ഫോട്ടോയിൽ കാണുന്നത് ഇടുക്കി ഡാമാണ്. അടുത്തത് സ്പിൽവേസ്. There are times when the river flow exceeds the storage capacity of the reservoir. ചില സമയങ്ങളിൽ ഈ വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകുന്ന സമയം, കൂടുതൽ മഴ കിട്ടുന്ന സമയത്ത് ഡാം അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലെത്തും. Such a situation arises during heavy rainfall in the catchment area. കാച്ച്മെൻറ്റ് ഏരിയ എന്ന് വെച്ചാൽ ആ റിസർവെയറിലേക്ക് വെള്ളം എവിടെ നിന്നൊക്കെ കിട്ടും, ആ ഏരിയ നമ്മൾ കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയും. അവിടെ ഹെവി റെയിന് വന്നാൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകും. ഇൻ ഓർഡർ ടു ഡിസ്ചാർജ് ദി സർപ്ലസ് വാട്ടർ ഫ്രം ദി സ്റ്റോറേജ് റിസർവെയർ ഇൻ ടു ദി റിവർ ഓൺ ദി ഡൗൺ സ്ട്രീം സൈഡ് ഓഫ് ദി ഡാം, സ്പിൽവേസ് ആർ യൂസ്ഡ്. അപ്പോൾ ആ അധികം വരുന്ന വെള്ളത്തെ ആ നദിയിലേക്ക് തന്നെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് സ്പിൽവേസ്. സ്പിൽവേസ് ആർ കൺസ്ട്രക്റ്റഡ് ഓഫ് കോൺക്രീറ്റ് പേസ് ഓൺ ദി ടോപ്പ് ഓഫ് ഡാം. കോൺക്രീറ്റ് കൊണ്ടാണ് സ്പിൽവേസ് ഉണ്ടാക്കുന്നത്. ഗേറ്റ്സ് ആർ പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദി പേസ് അല്ലെങ്കിൽ പില്ലേഴ്സ്, അതിൻ്റെ ഇടയിൽ ഗേറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് സർപ്ലസ് വാട്ടർ ഈസ് ഡിസ്ചാർജ്ഡ് ഓവർ ദി ക്രസ്റ്റ് ഓഫ് ദി ഡാം ബി ഓപ്പണിംഗ് ദിസ് ഗേറ്റ്സ്. നമ്മൾ ആ ഗേറ്റ്സ് തുറന്നിട്ട് നമ്മൾ സർപ്ലസ് ആയിട്ടുള്ള അധികമായിട്ടുള്ള വെള്ളം നദിയിലേക്ക് തന്നെ ഒഴിവാക്കും. ഹെഡ്വർക്സ് കൺസിസ്റ്റ് ഓഫ് ഡൈവേഷൻ സ്ട്രക്ചർ അറ്റ് ദി ഹെഡ് ഓഫ് ആൻ ഇൻടേക്ക്. ദേ ജനറലി ഇൻക്ലൂഡ്സ് ബൂംസ് ആൻഡ് റാക്സ് ഫോർ ഡൈവേർട്ടിംഗ് ഫ്ലോട്ടിംഗ് ഡെബ്രിസ്. അതായത് ഈ ഹെഡ് വർക്സിൽ ബൂം ആൻഡ് റാക്സ് ഈ ഫോട്ടോയിൽ കാണുന്ന സ്ട്രക്ചറാണ്.
അവയുണ്ടാവും. അത് യൂസ്ഡ് ഫോർ ഡൈവേർട്ടിംഗ് ഫ്ലോട്ടിംഗ് ഡെബ്രീസ്. ഈ വെള്ളത്തിലൂടെ ഒളിച്ചു വരുന്ന മരങ്ങൾ അങ്ങനെ പോലത്തെ വസ്തുക്കൾ ഉണ്ടാവുമല്ലോ, അവയെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. സ്ലൂയിസ് ഫോർ ബൈപ്പാസിംഗ് ഡെബ്രിസ് ആൻഡ് സെഡിമെൻറ്റ്സ്. സ്ലൂയിസ് പറഞ്ഞാൽ വേറൊരു വഴി കൊടുക്കുക, അതായത് ഒരു വാൽവ് വഴി അല്ലെങ്കിൽ ഒരു ഗേറ്റ് വഴി ഈ ഡെബ്രിസിനെയും സെഡിമെൻസിനെയൊക്കെ വേറൊരു വഴിയിലൂടെ ഒഴിവാക്കുക. ആൻഡ് വാൽസ് ഫോർ കൺട്രോളിങ് ദി ഫ്ലോ ഓഫ് വാട്ടർ ടു ദി ടർബൈൻ. ടർബൈനിലേക്കുള്ള വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാൽവുകൾ. ദി ഫ്ലോ ഓഫ് വാട്ടർ into and through headworks should be as smooth as possible to avoid head loss and cavitation. ഹെഡ് ലോസും കാവിറ്റേഷനൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. ഫോർ ദിസ് പർപ്പസ് ഇറ്റ് ഈസ് നെസസറി ടു അവോയ്ഡ് ഷാർപ്പ് കോർണേഴ്സ് ആൻഡ് അബ്രപ്റ്റ് കോൺട്രാക്ഷൻസ് ഓർ എൻലാർജ്മെൻറ്റ്സ്. ഷാർപ്പായിട്ടുള്ള വസ്തുക്കൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഹെഡ് വർക്ക്സിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ഹെഡ് വർക്കിൽ അറേഞ്ച്മെൻറ്റ്സ് കൊടുക്കും. അതിൽ പെട്ടൊന്നാണ് ഈ ബൂം ആൻഡ് റാക്സ്, അതുപോലെ സ്ലൂയിസ് ഫോർ ബൈപ്പാസിംഗ് ഡെബ്രീസ്. ഈ ഹെഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ മുകളിൽ, അതായത് ഈ റിസർവെയർ ഒരുപാട് ഏരിയ ഉണ്ടാവും, ഡാമിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ഏരിയ പറയുന്ന പേരാണ് ഹെഡ് വർക്ക്സ് എന്ന് വെച്ചാൽ. ഓക്കെ, അടുത്തത് സർജ് ടാങ്ക് എന്നുള്ള സെക്ഷനാണ്. നമ്മൾ 2 ടൈപ്പ് പെൻസ്റ്റോക്ക് പഠിച്ചു. പെൻസ്റ്റോക്ക് എന്ന് വെച്ചാൽ വാലോസിൽ നിന്ന് ടർബൈനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന സ്ട്രക്ചറിന് പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക്. 2 ടൈപ്പ് പെൻസ്റ്റോക്ക് ഉണ്ടെന്ന്. ഓപ്പൺ കോൺഡ്യൂട്ട്. ഓപ്പൺ കോൺഡ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള സ്ട്രക്ചർ. 2 ക്ലോസർ കോൺഡ്യൂട്ട്. ക്ലോസർ കോൺഡ്യൂട്ട് ആണ് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ. ഈ ഓപ്പൺ കോൺഡ്യൂട്ടിൽ നമുക്ക് സർജ് ടാങ്കിൻ്റെ ആവശ്യമില്ല. ഇനി ക്ലോസർ കോൺഡ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ, വെൻ ക്ലോസർ കോൺഡ്യൂട്ട് ആർ യൂസ്ഡ്, പ്രൊട്ടക്ഷൻ ബിക്കം നെസസറി ടു ലിമിറ്റ് ദി അബ്നോർമൽ പ്രഷർ ഇൻ ദി കോൺഡ്യൂട്ട്. ഫോർ ദിസ് റീസൺ ക്ലോസർ കോൺഡ്യൂട്ട്സ് ആർ ഓൾവേസ് പ്രൊവൈഡഡ് വിത്ത് എ സർജ് ടാങ്ക്. അതായത് ഈ പെൻസ്റ്റോക്ക് ടർബൈനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതാണ്. ടർബൈനിൽ നമ്മൾ ജനറേറ്റർ ആയിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ലോഡ് കുറവാകുന്ന സമയത്ത് ഈ ടർബൈൻ എടുക്കുന്ന വെള്ളം കുറയും. ടർബൈൻ എടുക്കുന്ന വെള്ളം കുറയുന്ന സമയത്ത് ഈ പെൻസ്റ്റോക്കിൽ ഒരു ഹൈ പ്രഷർ ഇൻഡ്യൂസ് ചെയ്യും. ഹൈ പ്രഷർ ഉണ്ടാവും. ആ ഹൈ പ്രഷറിൽ നിന്ന് നമുക്ക് ആ പെൻസ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർജ് ടാങ്ക് യൂസ് ചെയ്യുന്നത്. എ സർജ് ടാങ്ക് ഈസ് എ സ്മോൾ റിസർവോയർ ഓർ ടാങ്ക് ഓപ്പൺ അറ്റ് ദി ടോപ്പ് in which water level rises or falls to reduce the pressure swing in the conduit. ഈ സർജ് ടാങ്ക് സ്മോൾ, ഒരു ചെറിയ റിസർവോയർ ആണ് അല്ലെങ്കിൽ ഒരു ടാങ്ക് ആണ്. ഓപ്പൺ അറ്റ് ദി ടോപ്പ്, അതിൻ്റെ മുകൾ ഭാഗം തുറന്നിട്ടായിരിക്കും. ഇൻ വിച്ച് വാട്ടർ ലെവൽ റൈസസ് ഓർ ഫാൾസ് ടു റെഡ്യൂസ് ദി പ്രഷർ സ്വിങ് ഇൻ ദി കോൺഡ്യൂട്ട്. നമുക്ക് ലോഡ് ഒരുപാട് കൂടുന്ന സമയത്ത് വെള്ളം ഒരുപാട് വേണ്ടി വരും. ആ സമയത്ത് പ്രഷറിൽ വ്യത്യാസം ഉണ്ടാവും ഈ പെൻസ്റ്റോക്കിൽ. അതുപോലെ പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യാണ്. ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ടർബൈനിലേക്കുള്ള വാൽവ് അടയും. അപ്പോഴും ഈ പെൻസ്റ്റോക്കിൽ ഒരു ഹൈ പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർജ് ടാങ്ക് യൂസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഫിഗർ കാണിച്ചു തരാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. When the turbine is running at a steady load, there is no surge in the flow of water through the conduit. ഒരു സ്റ്റഡി ലോഡിൽ ആണ് ടർബൈൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ സർജിൻ്റെ കാര്യം വരുന്നില്ല. വെൻ ദി ലോഡ് ഓൺ ദി ടർബൈൻ ഡിക്രീസസ്, ടർബൈനിലെ ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ദി ഗവർണർ ക്ലോസസ് ദി ഗേറ്റ്സ് ഓഫ് ടർബൈൻ. ഈ ഗവർണർ ടർബൈൻ്റെ ഗേറ്റ്സ് ക്ലോസ് ചെയ്യും. റെഡ്യൂസിങ് ദി വാട്ടർ സപ്ലൈ ടു ദി ടർബൈൻ. അതുകൊണ്ട് തന്നെ ഈ ടർബൈനിലേക്കുള്ള വാട്ടർ സപ്ലൈ കുറയും. ദി എക്സസ് വാട്ടർ അറ്റ് ദി ലോവർ എൻഡ് ഓഫ് ദി കോൺഡ്യൂട്ട് റഷസ് ബാക്ക് ടു സർജ് ടാങ്ക്. ആ സമയത്ത് ആ കോൺഡ്യൂട്ടിൽ നിന്നുള്ള വെള്ളം സർജ് ടാങ്കിലേക്ക് റഷ് ചെയ്യും. ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് വാട്ടർ ലെവൽ. അപ്പോൾ സർജ് ടാങ്കിലെ വാട്ടർ ലെവൽ ഇൻക്രീസ് ആവും. ദസ് ദി കോൺഡ്യൂട്ട് ഈസ് പ്രിവെൻറ്റഡ് ഫ്രം ബേസ്റ്റിംഗ്. അത് ആ കോൺഡ്യൂട്ടിനെ പൊട്ടലിൽ നിന്ന് തടയും. ഇതാണ് സർജ് ടാങ്കിൻ്റെ
ഒരു സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ്. ഇറ്റ് ഈസ് എ പെൻസ്റ്റോക്ക് പ്രൊട്ടക്റ്റീവ് ഡിവൈസ്. പെൻസ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡിവൈസാണ്. നമ്മൾ ഈ വെള്ളം ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലോഡ് കുറഞ്ഞു. ലോഡ് കുറയുമ്പോൾ ഈ പെൻസ്റ്റോക്കിലൂടെ പോകുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയ്ക്കേണ്ടി വരും. അതായത് പെൻസ്റ്റോക്കിൽ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ ഈ സർജ് ടാങ്കിൽ വെള്ളം റഷ് ചെയ്തുകൊണ്ട് കയറും. അപ്പോൾ ആ ഹൈ പ്രഷറിൽ നിന്ന് ഈ പെൻസ്റ്റോക്കിനെ സർജ് ടാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതാണ് സർജ് ടാങ്കിൻ്റെ ഫങ്ഷൻ. ഈ രണ്ട് ഫിഗറിൽ നമുക്ക് സർജ് ടാങ്ക് കാണാം. പെൻസ്റ്റോക്കിൽ സർജ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. Penstocks, they are used to carry water to turbine. There are two types, open or closed conduit. They are generally made of reinforced concrete or steel. Concrete penstocks are suitable for low heads. 30 മീറ്റർ വരെയുള്ള ഹെഡിൽ മാത്രമേ കോൺക്രീറ്റ് പെൻസ്റ്റോക്കുകൾ യൂസ് ചെയ്യുള്ളൂ. ദി സ്റ്റീൽ പെൻസ്റ്റോക്ക് ക്യാൻ ബി ഡിസൈൻഡ് ഫോർ എനി ഹെഡ്സ്. ഏതൊരു ഹെഡിൽ നമുക്ക് സ്റ്റീൽ പെൻസ്റ്റോക്കുകൾ യൂസ് ചെയ്യാം. The thickness of the penstock increases with the head or working pressure. ഈ ഹെഡ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രഷർ കൂടുന്നതനുസരിച്ച് പെൻസ്റ്റോക്കിൻ്റെ തിക്നെസ് കൂട്ടേണ്ടി വരും. വേരിയസ് ഡിവൈസ് സച്ച് ആസ് ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൽവ്, എയർ വാൽവ് ആൻഡ് സർജ് ടാങ്ക് ആർ പ്രൊവൈഡഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് പെൻസ്റ്റോക്ക്. ബട്ടർഫ്ലൈ വാൽവ്, എയർ വാൽവ്, സർജ് ടാങ്ക് ഒക്കെ ഈ പെൻസ്റ്റോക്കിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൽവ് ഷട്ട് ഓഫ് water flow through the penstock promptly if it ruptures. ഓട്ടോമാറ്റിക് ബട്ടർഫ്ലൈ വാൽവ് പെൻസ്റ്റോക്കിലേക്കുള്ള വെള്ളത്തെ ഷട്ട് ഓഫ് ചെയ്യും ഇഫ് പെൻസ്റ്റോക്കിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ. എയർ വാൽവ് മെയിൻറ്റെയിൻ ദി എയർ പ്രഷർ ഇൻസൈഡ് ദി പെൻസ്റ്റോക്ക് ഈക്വൽ ടു ഔട്ട്സൈഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എയർ വാൽവ് പെൻസ്റ്റോക്കിലെ പ്രഷറും അറ്റ്മോസ്ഫിയറിലെ പ്രഷറും ഈക്വൽ ആയി നിൽക്കാൻ വേണ്ടി സഹായിക്കും. വെൻ വാട്ടർ റൺ ഔട്ട് ഓഫ് എ പെൻസ്റ്റോക്ക് faster than it enters, a vacuum is created which may causes the penstock to collapse. ഈ ഒരു പെൻസ്റ്റോക്കിലേക്ക് വരുന്ന വെള്ളത്തേക്കാൾ സ്പീഡിൽ അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ലോ പ്രഷർ, അതായത് വാക്വം ക്രിയേറ്റ് ചെയ്യും. ദിസ് മേ കോസ് ദി പെൻസ്റ്റോക്ക് ടു കൊളാപ്സ്. അത് ആ പെൻസ്റ്റോക്ക് പൊട്ടിപ്പോകാൻ വേണ്ടി കാരണമാവും. അണ്ടർ സച്ച് സിറ്റുവേഷൻ എയർ വാൽ ഓപ്പൺസ് ആൻഡ് അഡ്മിറ്റ് എയർ ഇൻ ദി പെൻസ്റ്റോക്ക് ടു മെയിൻറ്റെയിൻ ഇൻസൈഡ് എയർ പ്രഷർ ഈക്വൽ ടു ദി ഔട്ട്സൈഡ് എയർ പ്രഷർ. ആ സമയത്ത് എയർ വാൽവ് തുറക്കും. അത് ഈ പെൻസ്റ്റോക്കിൻ്റെ ഉള്ളിലുള്ള പ്രഷറും പുറത്തുള്ള പ്രഷറും ഈക്വലായി നിൽക്കാൻ വേണ്ടി സഹായിക്കും. പെൻസ്റ്റോക്കിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു ആനിമേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോപ്പ് ഓഫ് ടർബൈൻ ഫ്ലോ റേറ്റ്, ടർബൈനിലേക്കുള്ള ഫ്ലോ റേറ്റ് കുറഞ്ഞു. ഇപ്പോൾ ഫ്ലോ 0 ആയി. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വെള്ളം റിട്ടേൺ പോയിട്ട് സർജ് ടാങ്കിൽ സ്റ്റോർ ആവും. അത് പെൻസ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇതാണ് പെൻസ്റ്റോക്കും അതിൻ്റെ പ്രൊട്ടക്റ്റീവ് അറേഞ്ച്മെൻറ്റ്സും, ബട്ടർഫ്ലൈ വാൽവ്, എയർ വാൽവ് എക്സെട്ര. ഓക്കെ. Tail race. Tail race is a channel which carries water known as tail water away from the powerhouse after it passes through the turbine. അപ്പോൾ നമ്മൾ ടർബൈനിലൂടെ വന്ന് ടർബൈന് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്തു. ഇനി ആ വെള്ളം പുഴയിലേക്ക് ഒഴിവാക്കണം. അതിന് ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻ്റാണ് ടൈൽ റേസ്. ഇവിടെ ഒരു ജനറേറ്റർ സ്റ്റേഷനാണ്. ഇതിൽ നിന്ന് വെള്ളം ഈ ടൈൽ റേസിലേക്കാണ് ഒഴിവാക്കുന്നത്. ഇനി ഇവിടെ അതിൻ്റെ സ്കീമാറ്റിക് അറേഞ്ച്മെൻറ്റ് കാണിച്ചിട്ടുണ്ട്. പെൻസ്റ്റോക്ക്, ടർബൈനിൽ നിന്ന് ഒഴിവാക്കുന്ന വെള്ളം, ടൈൽ വാട്ടർ, ടൈൽ റേസിലെ വെള്ളത്തിന് നമ്മൾ ടൈൽ വാട്ടർ എന്ന് പറയും.
ഡ്രാഫ്റ്റ് ട്യൂബ് ഈ റിയാക്ഷൻ ടർബൈൻസിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. There is a pressure difference existing between water in the turbine and the atmosphere. So this type turbine must be enclosed. Accordingly, it is necessary to connect turbine outlet by means of pipe or passage of gradually increasing cross-sectional area up to the tile raise level. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. അതായത് ഒരു റിയാക്ഷൻ ടർബൈൻ ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ടർബൈനിൽ ഈ പെൻസ്റ്റോക്ക് വഴി വെള്ളം വന്നു റിയാക്ഷൻ ടർബൈനിൽ എത്തുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞ് ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്താൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ടൈൽ റൈസിൽ വെള്ളമുണ്ട്. ഈ ടൈൽ റൈസിലെ വെള്ളത്തിന് അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ഇവിടെ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്താൽ ഈ ടൈൽ റൈസിലെ വെള്ളം ഇതിലേക്ക് കയറും, ഈ ടർബൈനിലേക്ക് കയറും. അത് ടർബൈനെ കംപ്ലൈൻറ്റ് ആക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് വെച്ചാൽ പാസേജ് ഓഫ് ഗ്രാജുവലി ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഇപ്പോൾ ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറയുന്നതിനനുസരിച്ച് പ്രഷർ കൂടും. ഈ പ്രഷർ കൂടി അത് അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ആ ഒരു അടുത്തെത്തും, ഈ ടൈൽ റൈസിലേക്ക് എത്തുമ്പോഴേക്കും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ടർബൈൻ്റെ കേസിൽ ടർബൈനെയും ടൈൽ റൈസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രാജുവലി ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയയുള്ള ഒരു ട്യൂബിനെ പറയുന്ന പേരാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഇറ്റ്സ് ഫങ്ഷൻ ടു റെഡ്യൂസ് ദി വെലോസിറ്റി ഓഫ് ഡിസ്ചാർജ് വാട്ടർ ടു മിനിമൈസ് ലോസ് ഓഫ് കൈനറ്റിക് എനർജി. ദിസ് പെർമിറ്റ് ദി ടർബൈൻ ടു ബി സെറ്റ് അബവ് ദി ടൈൽ വാട്ടർ വിത്തൗട്ട് അപ്രീഷ്യബിൾ ടോപ്പ് ഓഫ് ഹെഡ്. ഇത് ഈ ടൈൽ വാട്ടറിന് മുകളിൽ ടർബൈന് നിൽക്കാൻ വേണ്ടിയും സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ മനസ്സിലാക്കി വെക്കേണ്ടത് ഡ്രാഫ്റ്റ് ട്യൂബ് റിയാക്ഷൻ ടർബൈനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇമ്പൾസ് ടർബൈനിൽ ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ടാവില്ല. നമ്മൾ ടർബൈൻ്റെ ടൈപ്പൊക്കെ പഠിക്കും. ഇപ്പോൾ നമ്മൾ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ഒരു ജലവൈദ്യുത നിലയത്തിന് സൈറ്റ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം നോക്കി. അതിൻ്റെ കോൺസിക്വൻസിൽ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത പ്രസൻറ്റേഷനിൽ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.